ഉരുട്ടാം നേടാം. ഇതിൽ പങ്കെടുക്കുന്നവരിതാ വന്നു കഴിഞ്ഞു. അതെ അജി ഒരല്പം നല്ല ഡീസന്റ് ആയിട്ട് തുടങ്ങി വെച്ചു, നമ്മൾ വന്നത് കുളവാക്കി. അതാണ് ഷോ തുടങ്ങാം. ഞാൻ തുടങ്ങിയപ്പോഴേ വാർത്ത വായിക്കുന്ന ഒരു ഫീൽ എനിക്ക് തുടങ്ങി. എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ എടുക്കണ്ട, എല്ലാം ഉരുട്ടുമ്പോ കിട്ടും നമുക്ക്. കാര്യം ഇത്രേ ഉള്ളൂ. ആ സാധനം ആ ഉരുട്ടുന്ന അത് പയ്യെ ഇങ്ങോട്ട് ഉരുട്ടി വരുന്നു. ഇതിന് നേരെ എവിടെ വന്ന് നിൽക്കുന്നോ അവർക്ക് കഴിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് മത്സരിക്കാൻ അതാ മുന്നോട്ട് എത്തിയിരിക്കുന്നു ഷാജാൻ ആൻഡ് ബിബിൻ ജോർജ്. മാത്രമല്ല ഇതിന് മുമ്പ് ഇവിടെ നടന്നേക്കണ എല്ലാ മത്സരങ്ങളിലും ജയിച്ച ഒരാളാണ് ഞാൻ. സോറി അല്ല എന്താ കാര്യം അറിയട്ടെ, പല പഴയ എപ്പിസോഡ് കാണാത്തവരുണ്ടാവല്ലേ. അപ്പൊ ആദ്യം ബിബിൻ ഉരുട്ടുന്നു. അതാ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ വിജയശ്രീ ലാളിതയായി അതാ വന്നിരിക്കുകയാണ് ബിബിൻ ജോർജ്. ഉരുട്ടാൻ മിടുക്കനാണോ അതോ വീഴ്ത്താനാണോ മിടുക്കെന്നുള്ളത് ഇത് കിട്ടും. നല്ല മധുരം. തള്ളു തള്ളു. അസാധു അസാധു. എങ്ങോട്ട് എങ്ങോട്ട് ഇവിടെ വന്നാലല്ലേ കിട്ടുള്ളൂ. ഇത് അസാധുവാണ്. തിരിച്ച് ഞാൻ കണ്ടോണം പാവയ്ക്ക തന്നെ എടുത്ത്. അതാ ഷാജൻ ചേട്ടൻ വന്നിരിക്കുകയാണ്. കിട്ടി ഒരെണ്ണം. അടിപൊളി അടിപൊളി അടിപൊളി. ആദ്യം ഹലോ ഇത് ഇതേത് വകയല്ലോ. ഓക്കെ ബിബിൻ ചേട്ടാ. ഞാനോ? അപ്പൊ അവിടെ ആരെങ്കിലും നിന്നോ. അടുത്തതായി മത്സരിക്കാൻ വരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ എലീന പടിക്കൽ. പുലി അല്ല സോറി പുലി. ഉറപ്പല്ലേ? അല്ല മുളക്. കുഞ്ഞിപ്പെങ്ങൾ കുറച്ചു നേരം പച്ചമുളക് നിന്ന് ജീവിക്കും. ഉള്ളതിൽ ഏറ്റവും വലുത് തന്നെ കുഞ്ഞിപ്പെങ്ങൾ. ഒരെണ്ണം കടിച്ചാ പോരെ. കുഞ്ഞിപ്പെങ്ങൾ ഒരു കറി അടിച്ചാ പോരെ എന്ന് ചോദിച്ചപ്പോ ഒരെണ്ണം രണ്ടെണ്ണം. ചേട്ടാ കുഞ്ഞിപ്പെങ്ങളുടെ കയ്യിൽ കുഞ്ഞിപ്പുഴു. ഓക്കെ കടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ അമ്മേ. ഇല്ല റെഡി. ഇല്ല ഇത് ഞാൻ വെക്കും. മനസ്സിലായി. കളർ കണ്ടിട്ടാണ് അദ്ദേഹം അതിലേക്ക് എത്തിപ്പിടിക്കാൻ നോക്കുന്നത്. എന്നാൽ ദൈവം ഡ്രൈ ആയിട്ട് കട്ടൻ ചായ അടിക്കാൻ പോവുകയാണ്. ഡ്രൈ ആയിട്ട്. അതെ ഒറ്റയടിക്ക് മറ്റേ ഷോർട്ട് അടിക്കുന്നവർ അടിക്കരുത്. ഒരു സിപ്പ് അടിച്ചാൽ മതി. ഇനിയുള്ളത് അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, ഒരു മുളകിനും എന്നെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള വീറും വാശിയോടെയുമാണ് എലീന പടിക്കൽ എരിഞ്ഞെരിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ നെക്സ്റ്റ്. ഇനി മറ്റേതല്ലേ കടലമുട്ടായി. അങ്ങനെയൊന്നും ഇല്ല, എന്നാ വേണേലും കിട്ടും. നോക്കട്ടെ. പാവയ്ക്ക. വിജയം വിജയം. കടിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. വേറെ ലെവൽ. ടച്ചിങ്സിന് വേണോ ഒരു ഓർമ്മയ്ക്ക്? കാരണന്മാർക്ക് കൊടുത്തല്ലേ? എന്റെ അപ്പനും ഉള്ള സ്വഭാവം. മതി മതി മെല്ലെ. ആഹാ ടച്ചിങ് മതിയാ. സത്യമായിട്ട് അത്ര കയ്പുണ്ടാ? ഉണ്ടാവും. പിന്നെ ഹലോ, ഇവിടെ മുളക് കഴിച്ചപ്പോ എനിക്കില്ലായിരുന്നല്ലോ. മധുരം കഴിക്കി. കിട്ടേണ്ടവർക്കെല്ലാം കിട്ടിയ സ്ഥിതിക്ക് ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഗെയിം. അപ്പൊ എലിനയ്ക്ക് ഒരു തവണ കൂടെ നോക്കാൻ അവസരം കൊടുക്കുകയാണ്. ആഗ്രഹം കൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. അല്ല കടലമുട്ടായി. ചോദിച്ചു മേടിച്ചോണ്ട് മുളകും പാവക്കയും ഉഗ്ര കോമ്പിനേഷൻ. അടുത്ത എപ്പിസോഡ് ഞാൻ വരുന്നുണ്ടാവില്ലായിരിക്കും. എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. അപ്പോ എലീനെ ചോദിച്ചു മേടിച്ച ഈ ഗെയിമും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് പാവയ്ക്ക ജ്യൂസും മുളകും കഴിച്ച എലീന പടിക്കൽ അല്ല. പക്ഷെ ആരാണ്? ഏറ്റവും ദൂരെയുള്ള സാധനം എറിഞ്ഞു പിടിച്ച ബിബിൻ ജോർജ്. പണ്ട് പിന്നെയാണ് അങ്ങനെയല്ലേ? അച്ഛനും നോട്ടിട്ട് കൊളുത്തി പിടിക്കും അങ്ങനെയാന്നൊക്കെ. ശരി, അടുത്ത ഗെയിമിലേക്ക് പോവാം. അപ്പൊ ഈ പ്രോപ്പർട്ടി മാറ്റി അടുത്ത പ്രോപ്പർട്ടീസ് അല്ലേ കേട്ടേണ്ടത്? പ്രോപ്പർട്ടീസ് പ്ലീസ്. ഉരുട്ടാം നേടാം എന്ന ഗെയിമിന് ശേഷം അടുത്ത മാരക ഗെയിം ആരംഭിക്കാൻ പോവാണ്. എറിയാം നേടാം.
ആവേശത്തിലാണ് ബിബിൻ ജോർജും ഷാജോണും എലീനയും ഇതാ ഗെയിം ആരംഭിക്കാൻ പോവാണ്. Yes. ആദ്യത്തെ ചാൻസ് ബിബിനും ഷാജോണുമാണ്. എറിഞ്ഞു കൊടുക്കാം. എന്തോരം ദൂരെ നിൽക്കണം? ഒരു മിനിറ്റ് ആവേശം കുറയ്ക്കും. ഞാൻ കാർഡ്സ് കളിക്കാനല്ല പറഞ്ഞത്. ഇവിടെ നിൽക്കുക. നിങ്ങൾ ഈ കാർഡ്സ് കൊണ്ട് ഈ കാണുന്ന നമ്മുടെ ഗ്ലാസിന്റെ ആ ഒരു പിരമിഡ് തകർക്കാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. അപ്പൊ മീശ പിരിച്ച ഷാജോൺ റെഡിയാണ്. ജയിച്ചിരിക്കുകയാണ്. അല്ല ഷാജോൺ ഒറ്റ പുറകിലല്ല. ഷാജോന്റെ ഏകദേശം തകർത്തിരിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി മുന്നോട്ടേക്ക് നീങ്ങാം. കാരണം അവിടുന്ന് ഫാൻ ഉള്ളത് കൊണ്ട് തീർത്തിരിക്കുകയാണ്. പക്ഷേ നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തോറ്റു എന്ന് ആരോടും പറയുന്നത്. ഇല്ല. എങ്ങനെ ആവേശകരമായ ഈ മത്സരത്തിൽ ഇതാ 2-1 ഷാജോണിലെ മലർത്തിയടിച്ചുകൊണ്ട് ബിബിൻ ജോർജ് വിജയിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റ്. വിജയത്തിനോട് അവൻ ആർത്തിയാണ്. ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കണേ. ബിബിൻ ജോർജാണ് ഇപ്പോൾ നടന്ന 2 ഗെയിമിലും ജയിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ജയിച്ചേ മാറി കരഞ്ഞിട്ട് വീണ്ടും അഹങ്കാരോട്ട് വന്നു. എവിടെ നമ്മുടെ വേൾഡ് കപ്പ്? 2 ഗെയിമുകളിൽ വിജയിച്ചിരിക്കുകയാണ് ബിബിൻ. 3ാമത്തെ ഗെയിം ആരംഭിക്കാൻ പോകും. ഇനിയുണ്ടോ ഗെയിം? ഒരു ഗെയിം തളർത്തി. ഓക്കേ, എങ്കിൽ 3ാമത്തെ ഗെയിം നമ്മൾ ആരംഭിക്കാൻ പോണ ഈ പ്രോപ്പർട്ടി ആണോ? 3ാമത്തെ ഗെയിമിന്റെ പേരാണ് വലിക്കാം നേടാം. ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ച ഒരാൾ അഹങ്കരിച്ച് റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ്. 3ാമത്തെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 3ാമത്തെ ഗെയിമിന്റെ പേരാണ് വലിക്കാം നേടാം. ഈ ഗെയിമിൽ അറിയാം ആരാണ് യഥാർത്ഥ വിജയി എന്ന്. അതെ, അതുകൂടെ ഈ 3 ഹാട്രിക് അടിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഗെയിം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ ഗെയിമിനെ കുറിച്ചൊന്ന് വിവരിക്കുക അസിസ്റ്റന്റ്. ഓക്കെ, ഞാൻ പറയാൻ പോവുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ടിഷ്യൂ പേപ്പർ റോൾസ് ഇവിടെയുണ്ട്. അതിന്റെ അറ്റത്ത് ഓരോ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിലെ വെള്ളം മറിയാണ്ട് ടിഷ്യൂ പേപ്പർ ഇടറാതെ കറക്റ്റ് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് ഇടറാതെ എന്ന് വെച്ചാൽ പൊട്ടാതെ വലിച്ച് ഈ ലൈൻ കടത്തുക എന്നുള്ളതാണ് ഗെയിം. ഇതിനിടയിൽ ചിലപ്പോ പൊട്ടിപ്പോയാൽ എവിടെ വെച്ച് പൊട്ടുന്നോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങേണ്ടതാണ്. അതെ, ഇതാണ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത. ആദ്യം ആര് വലിച്ച് ഇവിടെ കൊണ്ടുവരുന്നോ അവരായിരിക്കും ഈ ഗെയിമിന്റെ വിജയി. വിജയിയെ കാത്തിരിക്കുന്നത് വലിയൊരു ലോകകപ്പാണ്. ആണോ? ലോകകപ്പ്. ശരി സാർ, ഒന്ന് ഇച്ചിരി അങ്ങോട്ടേക്കൊന്ന് മാറി തരുമായിരുന്നു. തീർച്ചയായും മ്യൂസിക് വേണം. മ്യൂസിക്കിലാണ് ഞങ്ങൾ ഒരു വളരെ ബുദ്ധിപരമായ നീക്കമാണ്. ഒരാളവിടെ എന്നെ ചെയ്യുന്നേ. ഒരാളവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കുടിവെള്ളവും കൊണ്ട് പോകുന്ന വണ്ടിയുടെ പുറകെ പോലെയാണ് ഒരാളുടെ. ഇനി ഇത്തിരി പാട് പേടും. സ്പീഡാക്കിക്കോ ഷാജോണ, നീ ജയിക്കും. ഇല്ല, അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാവുന്നേ? അത് ഇനി വെള്ളം വീണാലേ പൊട്ടുള്ളൂ. അതാണ്. സ്പീഡ് കുറയ്ക്കരുത്. പെട്ടെന്ന് തന്നെ പിരിച്ചാൽ കറക്റ്റ് ആയിരിക്കും. അതെ ഷാജോണ, അവിടെ ഒരു കട്ടറുണ്ട്. അവിടെ വെച്ച് ഓടിക്കോ. എടുത്തു വെച്ചോ, കട്ട് ചെയ്തോ. ആ നനഞ്ഞ ഭാഗം കട്ടി നനയാത്തടത്ത് വെച്ചോ. ഒന്നുമല്ല എന്ന് വിചാരിച്ച് എലീന പഠിക്കൽ രണ്ടാമത് അതിന് കൊണ്ടുപോയല്ലേ? നേരത്തെ വലിച്ചാൽ മതിയായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഈ വണ്ടിയെ നമ്മള് ഹെൽപ്പ് ചെയ്യാണ്. ട്രാഫിക് ബ്ലോക്കിൽ ചില വണ്ടികൾ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറയണ്ട. ഇവിടെ വലിക്കുന്നുണ്ട്, അവിടുന്ന് വരുന്നില്ല. അത് പൊട്ടും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ആരുടെയും കറക്റ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒരെണ്ണം പോലും ഇടറാതെ കാലിടറാതെ. അതാണ് പ്രിയപ്പെട്ടവരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അവസാന മിനിറ്റ് വരെ, അവസാന ശ്വാസം വരെ എലീന
പൊരുതി എന്നുള്ളതാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. നല്ലൊരു കൈയടി. തോറ്റെങ്കിലും തോറ്റ് തോപ്പിയിട്ടെങ്കിലും അല്ല, പക്ഷെ ആ വഴി നോക്കൂ, ആ വിജയത്തിന്റെ വഴി നോക്കൂ. എന്റെ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് സമയം എടുത്ത് വന്നു. ഇവിടെ ടിഷ്യൂ പേപ്പർ അവിടെ ഹലോ പിന്നെ ഒരു ഗെയിം കാര്യം എന്താണ് ഇതിനിപ്പുറത്ത് എത്തിക്കാന്നുള്ള? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. 2 കളികൾ തോറ്റെങ്കിലും മൂന്നാമത്തെ ഗെയിമിൽ അതിഗംഭീരമായ തിരിച്ചുവരവാണ് ഷാജോൺ നടത്തിയിരിക്കുന്നത്. 2 ഗെയിമിൽ ജയിച്ചെങ്കിലും ഞാൻ ഒരു സത്യം പറയട്ടെ, എന്താടാ, എന്ത് പറഞ്ഞോ? 2 കളിയും ജയിച്ചില്ലേ? അപ്പൊ ഈ ആവേശമൊന്നും കണ്ടില്ല, പറച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇനി സമ്മാനദാനമാണ്. ഈ സമ്മാനദാനം കൊടുക്കുന്നത് പ്രശസ്ത സിനിമാ താരവും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയുമായ അതാരാണ്? നോക്കട്ടെ ആരോ വരുന്നു. നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ കൊടുത്തേ, വേറെ ആരില്ല. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ സ്വന്തം സിനിമാ താരം, ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഗിന്നസ് ബക്രോ. പൊന്നാട 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 ഒരു സെൽഫി പൊന്നാട പൊന്നാട സെൽഫി തരൂ. ഹലോ സാർ, ഹലോ ഹലോ ഹലോ. ഒരു സെൽഫി. പൊന്നാട പ്ലീസ് പ്ലീസ് പ്ലീസ്. പൊന്നടേ അല്ല, പൊന്നാട. ബൗൺസേഴ്സ് ഇല്ലേ ഇവിടെ? ബൗൺസേഴ്സ് ഇല്ലേ ഇവിടെ? ബൗൺസേഴ്സ് ഒക്കെ വരും സാർ. ബൗൺസേഴ്സ് ആ കപ്പ് കൊണ്ടുവരും, കൊടുക്കണം. എനിക്ക് പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോകണം. നമ്മുടെ അശ്വസ് അതാ കപ്പ് കൊണ്ടുവരാണ്. പ്ലീസ്, എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ സമയമായി. പെട്ടെന്ന് എവർ റോളിംഗ് ട്രോഫിയാണ് ലഭിക്കുന്നത് സാർ. ഈ അവസരത്തിൽ 2 വാക്ക് നമ്മുടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് വിപിൻ ജോർജിനെ കുറിച്ചാണ്. എത്രയെത്ര മത്സരങ്ങൾ അദ്ദേഹം ഇവിടെ തോറ്റിരിക്കുന്നു. തോറ്റ് തുന്നമ്പാടി ലാസ്റ്റ് ആത്മഹത്യയുടെ വക്കി നിന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള 2 ഗെയിം അദ്ദേഹത്തിന് കിട്ടുകയും ആ ഗെയിം അദ്ദേഹം ഒരു പിടിവള്ളിയാക്കി വിജയിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കണം. തോൽവി ഒരിക്കലും ഒരാളെ തളർത്തില്ല. ഒരു നാൾ അദ്ദേഹത്തെ വിജയം തേടി വരും എന്നുള്ളൊരു വലിയ മഹത്തായ, അതെ, അതുകൊണ്ട് തോറ്റ് തുന്നം പാടുന്നത് ഒരു വിഷയമേ അല്ല. ഷാജോൻ ചേട്ടൻ ജയിച്ചെന്ന് പറഞ്ഞു. ഷാജോൻ ചേട്ടൻ ജയിച്ചെന്ന് പറഞ്ഞു. ഇത്രയും എനിക്ക് പക്ഷെ ഒരു കാര്യമുള്ളത്, വിപിൻ ആദ്യത്തെ 2 കളി ജയിച്ചെങ്കിലും അവസാനത്തെ 3ാമത്തെ ഗെയിമിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി തോറ്റ് തുന്നം പാടുക എന്നുള്ള സംഗതി അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നു. എന്നാലും ഷാജോൺ കലാഭവൻ വിജയിക്കുകയും ചെയ്തു. ഷാജോൺ ആ കപ്പ് തന്നെ. ഇതെന്നാ ഇത് എന്നേക്കാൾ നോക്കിയേ ഒരേ പോലെ ഉണ്ടല്ലേ? ഇവനെ ഒരുപാട് മേടിച്ചു. ഇതാണ് പോലെ ഉളുപ്പായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും ഇതാ ലഭിക്കുന്നു ബേബി ജോൺ. പ്രിയമുള്ളവരെ, ഇല്ല, ഒരുപാട് തവണ ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സത്യം കിട്ടും. എന്നായിരുന്നു ഞാൻ അങ്ങനെ തോറ്റത്? എന്നാ തോക്കാത്ത? അപ്പൊ എനിക്ക് നന്ദി, നമസ്കാരം. തോറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. അതെ, എന്തായാലും ഈ അവസരത്തിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല എന്നാണ് തോന്നുന്നത്. ചേട്ടൻ പറയട്ടെ. ഞാൻ എപ്പോഴും നീ ഇങ്ങനെ വിജയിച്ചു കഴിഞ്ഞ് പ്രസംഗിക്കാറുള്ളല്ലോ, നീ എന്തെങ്കിലും പറ. കയ്യില്ലേ പരിപാടി? പിന്നെ നമുക്ക് ബ്രേക്ക് break. അപ്പൊ എന്തായാലും നമ്മള് പോവാട്ടെ. കോമഡി മാസ്റ്റേഴ്സ് ഇനി ഒരു എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയാലും അംഗീകരിക്കാം. പറഞ്ഞിട്ട് പോട്ടെ. ബ്രേക്ക്. ട്രോഫി ആമ്പിള്ളേർ കൊണ്ടുപോയി.